എങ്ങനെയാണ് ബി.ജെ.പി. അടക്കമുള്ളവർ കളത്തിലിറങ്ങി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്? ഇന്നലെ റാഫേൽ തട്ടിലിന്റെ പ്രധാനമന്ത്രിയുമായുള്ള സന്ദർശനം നമ്മൾ കണ്ടിരുന്നു. സൗഹൃദപരമാണ്, സർക്കാരിന് പിന്തുണയും പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ ശ്രദ്ധേയമായ ചില കൂടിക്കാഴ്ചകൾ കൂടി നടക്കുന്നു. യാക്കോബായ സഭയുമായാണ് നിർണായകമായ കൂടിക്കാഴ്ചകൾ. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. സഭാതർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച് ബില്ലും അജണ്ടയായേക്കുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ശരത് കെ ശശി നമുക്കൊപ്പം. ശരത് കെ ശശി, ഈ ചർച്ച് ബില്ലടക്കമുള്ള വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യാക്കോബായ സഭ ഇടതുപക്ഷത്തിനോടൊപ്പം നിലയുറപ്പിച്ചിരുന്നു എന്ന തോന്നലുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാലഘട്ടത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിൽ യാക്കോബായക്ക് അനുകൂലമായി നിലപാട് ഇടതുമുന്നണി എടുത്തു എന്നതായിരുന്നു ഓർത്തഡോക്സ് പക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം. സുപ്രീം കോടതിയുടെ വിധി പോലും നടപ്പിലാക്കുന്നതിന് കാലതാമസം വരുത്തിയത് യാക്കോബായ വോട്ട് ബാങ്ക് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ ഓർത്തഡോക്സിലെ ചില മുതിർന്ന ബിഷപ്പുമാർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ചർച്ച് ബില്ലടക്കമുള്ള കാര്യങ്ങളുമായി യാക്കോബായ സഭയുടെ രാഷ്ട്രീയ നീക്കം എങ്ങനെയായിരിക്കും? ഇടതുമുന്നണി എങ്ങനെയായിരിക്കും യാക്കോബായ സഭയെ തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുക, ചുരുങ്ങിയ പക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും? അരുൺകുമാർ, തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയാണ് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നതാണ് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് പാത്രിയാർക്കീസ് ബാവയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ പുത്തൻകുരിശിൽ യാക്കോബായ സഭാ സമ്മേളനം നടന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും പാത്രിയാർക്കീസ് ബാവയും വേദി പങ്കിട്ടിരുന്നു. അവിടെ യാക്കോബായ സഭയുടെ അസ്തിത്വം ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമടക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കൂടിക്കാഴ്ച പാത്രിയാർക്കീസ് ബാവയുമായി മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ സഭാതർക്കം വളരെ രൂക്ഷമാവുകയും ആ പശ്ചാത്തലത്തിൽ യാക്കോബായ സഭാ വിഭാഗത്തിന് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ചർച്ച് ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമൊക്കെ കൈക്കൊള്ളുകയും ചെയ്തത്. പക്ഷേ ആ ബില്ല് ഇതുവരെ നിയമമാകാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഈ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് യാക്കോബായ സഭയുടെ ആശങ്കകൾ പാത്രിയാർക്കീസ് ബാവ രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു സെമിത്തേരി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു. അത് സർക്കാർ അത്തരം ബില്ലൊക്കെ കൊണ്ടുവന്നെങ്കിലും അത് പ്രാവർത്തികമാകാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പാത്രിയാർക്കീസ് ബാവ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നാളെ ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം തന്നെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ബാവ വ്യക്തമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.